ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ള ഫുള്ള് സ്ലാബിനെ പറ്റിയാണ്. സ്ലാബിൽ രണ്ട് ടൈപ്പ് സ്ലാബുണ്ട്, വൺ വേ സ്ലാബും ടു വേ സ്ലാബും. അതിൽ വൺ വേ സ്ലാബിൻ്റെ ഡിസൈൻ മാത്രമാണ് ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ള. സ്ലാബ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറൽ എലമെൻ്റാണ്. സ്ട്രക്ചറൽ എലമെൻറ്റ് മീൻസ് ഒരു സ്ട്രക്ചറിലെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലെ ലോഡൊക്കെ ക്യാരി ചെയ്ത് സൈഡിലോട്ടുള്ള വാളിലെങ്കിൽ വാളിൽ, കോളമെങ്കിൽ കോളത്തിന്, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ലോഡ് ക്യാരി ചെയ്യുന്ന സാധനങ്ങളെയൊക്കെയാണ് സ്ട്രക്ചറൽ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എലമെൻ്റാണ് സ്ലാബ് എന്ന് പറയുന്നത്. അത് എല്ലാ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിലും നമ്മൾ യൂസ് ചെയ്യും. അപ്പം എവിടെ നോക്കിയാലും ഒന്നെങ്കിൽ ഫ്ലോറായിട്ട് അല്ലെങ്കിൽ റൂഫായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ലാബാണ്. അത് എന്തോന്ന് ബെൻഡിങ്ങിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്ന സ്ലാബ്. പിന്നെ മെയിനായിട്ടുള്ളത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലാബുണ്ട്. ഇപ്പം നമ്മൾ റൂഫ് സ്ലാബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ക്ലാസ്സിൻ്റെ മണ്ടയിലൊക്കെ ഇരിക്കുന്ന റൂഫ് സ്ലാബാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്നത് നമുക്ക് ഫ്ലോർ സ്ലാബും, താഴെയുള്ള നിലയിൽ നിൽക്കുന്നവർക്ക് റൂഫ് സ്ലാബും. അതും സ്ലാബാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ലാബാണ്, മുകളിൽ റൂഫായിട്ട് ഇട്ടേക്കണേ ഒരു സ്ലാബാണ്. ഇത് രണ്ടും ഫ്ലാറ്റ് സ്ലാബാണ്, ഹൊറിസോണ്ടലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലാബ്സ് യൂസ് ചെയ്യുന്ന റാംപ്സിനൊക്കെ RAMP റാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലും പബ്ലിക് ബിൽഡിങ്ങിലും ഒക്കെ സ്റ്റെപ്പിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ നിലയിലൊക്കെ പോകാനായിട്ട് സ്ലോപ്പൊക്കെ വെച്ചിട്ടില്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ വീൽ ചെയറൊക്കെ ഇപ്പം ലിഫ്റ്റിൽ പോവും. അതിന് മുമ്പ് കോമൺ ആയിട്ട് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് റാമ്പ്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് വീൽ ചെയറൊക്കെ ഉരുട്ടി മുകളിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ റാമ്പുണ്ട്. അങ്ങനെയാണ് റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലാബ് യൂസ് ചെയ്യുന്ന റാമ്പിന്, പിന്നെ മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള കാർ പാർക്കിങ്ങിന്, നമ്മുടെ തമ്പാനൂരൊക്കെ പോയാൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി മുകളിൽ പോകണം, അങ്ങനത്തെ പാർക്കിംഗ് ഏരിയയില്ലേ, അതൊക്കെ ചരിഞ്ഞുള്ള സ്ലാബാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിന് റാമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലാബിനെ റാമ്പായിട്ട് യൂസ് ചെയ്യും. ഇവിടെ ഹോസ്പിറ്റൽസിലും മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ് ഏരിയാസിലൊക്കെ റാമ്പായിട്ട് യൂസ് ചെയ്യും. ഒരു സ്ലാബിനെ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ബീം കൊണ്ടാവാം, അല്ലെങ്കിൽ വാൾസ് കൊണ്ടാവാം, അല്ലെങ്കിൽ കോളം അതായിട്ട് വെച്ചേക്കാം. സ്ലാബിനെ നമുക്ക് ഒരു ബീമിൻ്റെ മണ്ടയ്ക്ക് സ്ലാബ് ഇടുന്നതിനെയാണ് T-ബീം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതൊരു T ഷേപ്പായിരിക്കും. സ്ലാബിൻ്റെ അടിയിൽ കൊണ്ടൊരു ബീം ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി അത് T ഷേപ്പായിരിക്കും. അതിൽ സ്ലാബ് വരുന്ന പാർട്ടാണ് ഫ്ലാഞ്ച്, ബീം വരുന്ന പാർട്ടിനെ വെബായിട്ട് എടുക്കാം. അപ്പം സ്ലാബിൻ്റെയും ബീമിൻ്റെയും മോണോലിത്തിക് കൺസ്ട്രക്ഷനെയാണ് T-ബീം എന്ന് ഒരുമിച്ച് പറയുന്നത്. മോണോലിത്തിക് മീൻസ് ഒരുമിച്ച് വെച്ചേക്കുന്നത്, ഒറ്റ യൂണിറ്റായിട്ട് വെച്ചേക്കുന്നത്. ഇനി സ്ലാബ് സിംപ്ലി സപ്പോർട്ടഡും ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാൻഡിലിവറും ആയിരിക്കാം. ക്യാൻഡിലിവറിന് എക്സാമ്പിളാണ് നമ്മുടെ സൺഷെയ്ഡ്. നമ്മളെ വീട്ടിൽ സൺഷെയ്ഡ്, നമ്മുടെ വർക്ക്ഷോപ്പ് ബിൽഡിങ്ങിലേക്ക് സൺഷെയ്ഡ് നോക്കിയാൽ അറിയാം, അത് ക്യാൻഡിലിവറാണ്. അതിൻ്റെ വലതുവശത്തോട്ടൊരു സപ്പോർട്ടില്ല, ഒരു സൈഡിൽ സപ്പോർട്ട് വെച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടത്തും സൺഷെയ്ഡ് അങ്ങനെ ആയിരിക്കും, ക്യാൻഡിലിവർ ബീമായിരിക്കും. ചില സ്ഥലത്ത് സ്റ്റെപ്സ് ക്യാൻഡിലിവറായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റെപ്സിനെല്ലാം രണ്ട് സൈഡ് സപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള വീടുകളിലൊക്കെ ക്യാൻഡിലിവറായിട്ടുള്ള സ്റ്റെപ്പും വെക്കാറുണ്ട്. സ്റ്റെയർ കേസ് ക്യാൻഡിലിവറായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വരുന്ന ക്യാൻഡിലിവർ സ്ലാബാണ്. ത്രെഡിന് കൊടുക്കുന്നത് ക്യാൻഡിലിവർ സ്ലാബാണ്. ഈ സ്ലാബ്സ് തന്നെ മെയിനായിട്ട് ക്ലാസ് ചെയ്തിട്ടുള്ളത് വൺ വേ സ്ലാബും ടു വേ സ്ലാബും ആയിട്ടാണ്. അതിൻ്റെ ഡിഫറൻസ് എന്തോന്ന് പറഞ്ഞാൽ, LY/LX റേഷ്യോ എടുക്കുമ്പം LY/LX ഒക്കെ എന്താണെന്ന് ഞാൻ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു. LY എന്ന് പറയുന്ന ലോങ്ങർ സ്പാനും LX എന്ന് പറയുന്ന ഷോർട്ടർ സ്പാനും, അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എടുക്കുമ്പം LY/LX ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന വൺ വേ സ്ലാബും ലെസ് ദാൻ 2 എന്ന ടു വേ സ്ലാബുമാണ്. ഇതിൽ വൺ വേ സ്ലാബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ്, ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റും കൊടുക്കും, ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെൻറ്റും കൊടുക്കും. വൺ വേ സ്ലാബിൽ മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് ഷോർട്ടർ സ്പാൻ ഡയറക്ഷനിലായിരിക്കും. LX എവിടെയാണോ അതിന് പാരലലായിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണത്. ഒരു ഡയറക്ഷനിലെ മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് കാണുള്ളൂ വൺ വേ സ്ലാബിൽ. ടു വേ സ്ലാബിൽ രണ്ട് ഡയറക്ഷനിലും കാണും, എലോങ് ലോങ്ങർ സ്പാനും കാണും, എലോങ് ഷോർട്ടർ സ്പാൻ ഡയറക്ഷനിലും മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാറും പ്രൊവൈഡ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം. വൺ വേ സ്ലാബിൻ്റെയും ടു വേ സ്ലാബിൻ്റെയും ഡിഫറൻസ് ചോദിച്ചാൽ ആദ്യം എഴുതാനുള്ള പോയിന്റ് LY/LX റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ വൺ വേ സ്ലാബ്, ലെസ് ദാൻ 2 ആണെങ്കിൽ ടു വേ സ്ലാബ്. അത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതായിരിക്കണം, വൺ വേ സ്ലാബിന് ഷോർട്ടർ സ്പാൻ ഡയറക്ഷനിലായിരിക്കും മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു വേ സ്ലാബിന് LY ഡയറക്ഷനും LX ഡയറക്ഷനിലും പ്രൊവൈഡ് ചെയ്യും, മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. മൂന്നാമതായിട്ട് ഇതിൻ്റെ ഡീറ്റെയിലിങ് ചെറിയ രീതിക്ക് വരച്ച് വെക്കണം. ഇത് 3 ചെയ്താൽ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവറായിട്ടും കിട്ടും. പിന്നെ വേണമെങ്കിൽ അഡീഷണൽ പോയിന്റ് എഴുതാം. വൺ വേ സ്ലാബിന് ഡെപ്ത് കൂടുതൽ വേണം, ടു വേ സ്ലാബിന് ഡെപ്ത് കുറവ് മതി. അതിൻ്റെയൊക്കെ റീസൺ പറഞ്ഞു പോയാൽ കുറേ ഉണ്ട്.
അതുകൊണ്ട് 5 മാർക്കിന് ചോദിച്ചാൽ ഈ 2 പോയിൻറ്റും ഡീറ്റെയിലിങ്ങും വരച്ച് വെച്ചാൽ മതി ചെറിയ രീതിക്ക്. ഡീറ്റെയിലിങ് വരയ്ക്കുമ്പോൾ പ്ലാനും വരയ്ക്കണം. ഈ സ്ലാബുകളിലെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിസൈൻ മാത്രമാണ് വൺ വേ സ്ലാബ് മാത്രമേ ഈ മോഡ്യൂളിലുള്ളത്. പഠിക്കേണ്ടത് 1 വേ പറ്റിയും 2 വേയുടെ തിയറി പഠിക്കാനുണ്ട്. ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ വരുമെന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട്. 1 വേയിലാണെങ്കിൽ ഒരു 2 ഡയറക്ഷനിലോട്ടായിരിക്കും, 2 ഡയറക്ഷനിലോട്ടായിരിക്കും ലോഡ് ഡിസ്ട്രിബ്യൂട്ടായി പോകുന്നത്. 2 വേ ആണെങ്കിൽ 4 സൈഡില്ലേ, 4 ഡയറക്ഷനിലോട്ടും പോകും. ഇനി 1 വേ സ്ലാബിൻ്റെ 2 സൈഡ് മാത്രമായിരിക്കും സപ്പോർട്ടുള്ളത്. മിക്കവാറും ഉള്ള കേസിലൊക്കെ 2 സൈഡ് മാത്രമായിരിക്കും സപ്പോർട്ടുള്ളത്, മുകളിൽ സ്ലാബായിരിക്കും. 2 വേ സ്ലാബിൻ്റെ 4 സൈഡ് സപ്പോർട്ടാണ്. എക്സാമ്പിൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ 4 സൈഡ് വാളില്ലേ, 4 സൈഡ് സപ്പോർട്ടുള്ളിടത്തെല്ലാം മിക്കവാറും പ്രൊവൈഡ് ചെയ്യുന്നത് 2 വേ സ്ലാബാണ്. ഇനി ഡീറ്റെയിലിംഗ്, 1 വേയുടെ ഡീറ്റെയിലിംഗ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നതും പഠിക്കണം. ഓരോ ഡിസൈൻ പ്രൊസീജിയറിൻ്റെ അടിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ഡിസൈൻ സമ്മറി ആയിട്ട് ഡീറ്റെയിലിംഗ് വരച്ച് മാർക്ക് ചെയ്യണം. ഡീറ്റെയിലിംഗ് ജനറലായിട്ട് പഠിക്കാൻ പറയണം. ഡീറ്റെയിലിംഗ് മാത്രമായിട്ട് 5 മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അതുകൊണ്ടാണ് വരയ്ക്കണം പഠിക്കാൻ പറയുള്ളത്. കണ്ടിന്യൂസ് ലാബിൻ്റെ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്രോസ് സെക്ഷനും ഉണ്ടെന്ന് കോഎഫിഷ്യൻസ് ഒക്കെ പേജ് നമ്പർ 36 ആദ്യത്തെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ അതേ കണക്ക് 2 ടേബിളുണ്ട് പേജ് നമ്പർ 36. അത് നോക്കി അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ 4ാമത്തെ മോഡ്യൂൾ.